ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, കാനഡയിലെ വാട്ടർ ക്യാൻ എന്ന സംഘടനയുടെ ഓഫീസിലേക്ക് 6 വയസ്സുള്ള റയൻ എന്ന ബാലൻ കടന്നു വന്നു. തൻ്റെ കയ്യിലുള്ള $70 ആ മേശപ്പുറത്ത് വെച്ചിട്ട് ആ ബാലൻ പറഞ്ഞു, എനിക്ക് ഉഗാണ്ടയിൽ ഒരു കിണർ നിർമ്മിക്കണം, അവിടെയുള്ള സ്കൂൾ കുട്ടികൾക്ക് ശുദ്ധജലം കൊടുക്കാൻ വേണ്ടി. അവർ പറഞ്ഞു, ഈ $70 കൊണ്ട് അത് പൂർത്തിയാക്കാനാവില്ല, അതിന് $2000 ആവശ്യമുണ്ട്. റയൻ നിരാശനായില്ല. അവൻ തൻ്റെ വീട്ടിലേക്ക് മടങ്ങി. പഴയതിലും ഉത്സാഹത്തോടെ അവൻ വീട്ടുജോലികൾ ചെയ്ത് തൻ്റെ കൂട്ടുകാരെ പ്രോത്സാഹിപ്പിച്ച് അവൻ $2000 സമ്പാദിച്ചു. വീണ്ടും വാട്ടർ ക്യാനിൻ്റെ ഓഫീസിലെത്തി. ഈ 6 വയസ്സുകാരുടെ ഉത്സാഹം കണ്ട് ആ സംഘടനയുടെ ആളുകൾ അവനൊപ്പം ചേർന്നു. വർഷങ്ങൾക്ക് ശേഷം 1,50,000 പേർ പ്രവർത്തിക്കുന്ന റയൻസ് വെൽ ഫൗണ്ടേഷൻ എന്ന സ്ഥാപനത്തിൻ്റെ ഉടമയാകാൻ ആ 6 വയസ്സുകാരനെ കൊണ്ട് സാധിച്ചു. പലപ്പോഴും ചെറിയവരിലൂടെ ദൈവം പ്രവർത്തിക്കുന്നത്, അത്ഭുതങ്ങൾ ചെയ്യുന്നത്, ദൈവം തിരഞ്ഞെടുത്തതും വിലമതിച്ചതുമെല്ലാം നിസ്സാരതകളെയാണെന്ന് നമുക്കറിയാം. പലപ്പോഴും നന്മ ചെയ്യുന്നതിൽ, മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്നത് നമ്മുടെ അലസതകളല്ല, ഞാൻ ആരുമല്ല, ഞാൻ ഈ ചെയ്യുന്നത് കൊണ്ട് എന്താവാനാണെന്നുള്ള അപകർഷ ചിന്തകളാണ് നമ്മളെ പിന്നോട്ടടിക്കുന്നത്. റയനെ പോലെ നമുക്കെന്തും നേടാനാകുമെന്ന്, 5000 വിശപ്പ് മാറ്റുന്ന 5 അപ്പവും 2 മീനും പോലെ നമ്മൾ സമർപ്പിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് അത്ഭുതങ്ങളായി മാറാൻ കഴിയുമെന്ന് നമ്മൾ പ്രത്യാശിക്കേണ്ടതുണ്ട്. ഈശോ പറയുന്നുണ്ടല്ലോ, എൻ്റെ നാമത്തിൽ നിങ്ങൾ ഈ എളിയവന് ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കാലിത്തൊഴുത്തിൻ്റെ നിസ്സാരതകളിലേക്ക് വിറന്നു വീഴുന്നവൻ ലോകത്തിൻ്റെ ഉടയവനായിരുന്നു. നിസ്സാര കാര്യങ്ങൾ കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യിപ്പിക്കാൻ ദൈവത്തിന് സാധിക്കുമെന്ന പ്രത്യാശയോടെ നമുക്ക് ദൈവം നൽകിയ നിസ്സാരമായ കൊച്ചു കൊച്ചു നന്മകളെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അത്ഭുതങ്ങൾ ചെയ്യാൻ ദൈവത്തിന് നമ്മെ ആവശ്യമുണ്ട്.